പ്രിയ നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, അന്ന് നമ്മൾ നട്ട കിളിർപ്പുകളൊക്കെ തന്നെ കിളിർത്തിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ഉണക്കച്ചാണകത്തിലിട്ട് വേണം ഇത് വെക്കാൻ കേട്ടോ. ആദ്യമേ നമ്മൾ പച്ചക്കറി കരിയുമ്പം തന്നെ അല്പം ചേർത്ത് കണ്ടിക്കുക. അതിനെ കൊണ്ടുപോയി ഉണക്കച്ചാണകത്തിൽ മുക്കി വയ്ക്കുക. ഒരു കവർ എടുത്തതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അന്നേരം മുറിക്കുന്ന നമുക്ക് നട്ടുകൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ. അത് കിളിർത്ത് ഒരാഴ്ചയൊക്കെ ആയി കഴിയുമ്പം തന്നെ ഞാൻ ഈ മണ്ണൊക്കെ കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കിളച്ച് കരിയിലെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിളച്ച് അവിടെ കൊണ്ട് ചാണകമൊക്കെ ഇട്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റിൻ്റെ മണ്ണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ജാറ് നിറച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കുറേശ്ശെ കോരിക്കൊണ്ടിട്ട് വെച്ച് തടവെല്ലാം കറക്റ്റാക്കി ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അതിനെ ഞാൻ ഒന്നുകൂടെ പാകപ്പെടുത്തിയിട്ട് ഈ കിളിർത്ത ഓരോ കിളിർപ്പുകൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ നല്ല ഉഷാറായിട്ട് വളർന്നു വന്നോളൂ. ഇനിയിപ്പം നമുക്ക് ഉടനെ കുറേ നാളത്തിന് വെള്ളം മാത്രം മതി, വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ടാണ് ഇവയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ വളർന്നു വരുന്ന അനുസരിച്ച് ഞാൻ കാണിക്കാം കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വിളവെടുത്ത് കുറച്ച് മൂടേ ഞാൻ നട്ടിട്ടുള്ളൂ. ഈ പ്രാവശ്യം ഒരു 10-15 മൂടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 4-5 എണ്ണം നട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ 2 വർഷമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് അധികം വലിപ്പം വെച്ച് കണ്ടില്ല, എന്നാലും ന്യായമായ വലിപ്പമൊക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് കൊണ്ട് വെച്ചിട്ട് ഇത് വളർന്നു വരുന്നതനുസരിച്ച് നമുക്കത് ചാഞ്ഞു പോകാതിരിക്കാനായിട്ട് കമ്പ് നാട്ടി കൊടുക്കണം. പിന്നെ നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് തീരുന്നതിന് ഈ പൊങ്ങി വരുന്നതനുസരിച്ച് മണ്ണിട്ട് കൊടുക്കണം. മണ്ണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കിയ മണ്ണാണ് പച്ചക്കറി വേസ്റ്റിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ചെടി നടാനും പച്ചക്കറി നടാനും ഒക്കെ ഞാൻ ഈ മണ്ണാണ് എടുത്ത് ഇത് ഇട്ടിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ കിഴങ്ങുകൾ കിട്ടും. ഈ കവർ പൊട്ടിച്ചിങ്ങ് എടുത്താൽ മതി. ഈ കവറിൽ നിന്ന് ഇത് മാറ്റുമൊന്നും വേണ്ട, ഇത് തന്നെ നിന്നോളൂ. അത് കാറ്റടിച്ച് പോകാതിരിക്കാനും ചാഞ്ഞ് പോകാതിരിക്കാനൊക്കെ 2 കമ്പൊക്കെ കുത്തി ചെറിയ രീതിയിൽ വെള്ളം നനച്ച് കൊടുക്കണം. ഒത്തിരി വെള്ളം കുത്തിയൊന്നും ഒഴിച്ച് കൊടുക്കരുത്. നന്നായിട്ടുണ്ടാകും കേട്ടോ. ഒരു 4-5 ചൂടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേശ്ശെ വെക്കുക. ഒരെണ്ണമെങ്കിലുമൊക്കെ എല്ലാവരും വെക്കുക. കുട്ടികളൊക്കെ ഇനിയും വെക്കേഷൻ വരുമല്ലേ, ഓരോന്നൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ മണ്ടവശം ചേർത്ത് കണ്ടിച്ചാൽ കറക്റ്റായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആരും സംശയപ്പെടേണ്ട കേട്ടോ. നമുക്ക് അനുഭവം വന്ന വീഡിയോ ഒക്കെ തന്നെയാണ് ഇന്നത്തെ ഇടുന്നത്. ഞാൻ പിന്നെ സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ ഐസിസ് പണിയായിട്ട് ഇറങ്ങുന്നത്. അതുവരെ നല്ല മഴയാണ്, ചീഞ്ഞു പോകും ഞങ്ങൾക്ക്. അങ്ങനെ പ്രശ്നമുണ്ട്, നമ്മൾ നട്ടിട്ടൊന്നും തന്നെ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്റ്റംബർ മാസം കഴിഞ്ഞിറങ്ങുന്നത്. അപ്പം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഉള്ള സമയം എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളത്. നമ്മളുള്ള നേരം കൊണ്ട് നമ്മളുടെ ജോലികൾ ഓരോന്നോരോന്നായി ചെയ്ത് വയ്ക്കുക. നമ്മുടെ ആവശ്യമുള്ള ജോലികൾ ചെയ്യുക. നമുക്ക് ഇൻസ്പിറേഷൻ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുക. പരാതികളും പരിഭവങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകട്ടോ. പിന്നെ എന്താ, മുരടിപ്പ് മാറാനായിട്ട് ആരോ ചോദിച്ചിരുന്നു. വീണ്ടും ഞാൻ 2ാമത്തെ ടെക്നിക്ക് കാണിക്കുകയാണ്. ഈ മുരടിപ്പ് പിടിച്ച ചെടീനെയൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കണം, പുതിയ പോട്ടിലേക്ക് വയ്ക്കണം. ആ സമയം തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്ത് തീർക്കണം കേട്ടോ. വീട്ടിലെ വീഡിയോ കണ്ട് മാത്രം ഇരിക്കരുത്. എല്ലാവരുടെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കുറേ സമയം ചെടികൾ നടാനും പച്ചക്കറി നടാനും നല്ല നല്ല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കണം. ഞാൻ അല്പം കൂടെ വലിപ്പമുള്ളൊരു പോട്ടെടുത്തു. പിന്നെ ഈ ഓമയ്ക്ക, കപ്പളങ്ങ, പപ്പായ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതിനകത്ത് ഫംഗസോ ബാക്ടീരിയയോ അണുക്കളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അല്പം തൊലിയിൽ കേട്ടോ. അത് ചെത്തുന്ന ദിവസം ഒക്കെ തന്നെ ഞാൻ നടാറാണുള്ളത്. വളത്തിൻ്റെ കൂടെ ഞാൻ കൊണ്ട് ഇടുകരുത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഇതാണ്, വേഗം ഇത് നടണം, എങ്ങനെയെങ്കിലും എനിക്ക് ഉപകാരപ്പെടുത്തണം. എന്നിട്ട് ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ 2 പോട്ടിൽ നിറയ്ക്കാനുള്ളവയുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിനെ എടുത്ത് മണ്ണിട്ട് 2-3 കരിയിലിടും, മണ്ണിടും, പച്ചക്കറി ഇടും, വീണ്ടും മണ്ണിടും. പിന്നെ നമ്മൾ പഴയതിൽ നിന്ന് എടുക്കുമ്പോൾ വലിച്ചെടുക്കരുത്. അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനെ പതുക്കെ പൊക്കിയെടുക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ വേരിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചീഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിക്കണം കേട്ടോ. ഞാനിത് ഇളക്കി നോക്കിയിട്ട് എൻ്റെ വേര് ഇത് ചീഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ പിന്നെ പാത്രത്തിൽ നിന്ന് അവക്കൊന്ന് മാറി പുതിയതിലോട്ട് കയറാനുള്ള വെമ്പലാണ് എന്നെ കാണിച്ചെന്ന സിഗ്നൽ, മനസ്സിലായില്ലേ? അപ്പം ഞാൻ അതിനെ എടുത്ത് പുതിയ ഒരെണ്ണത്തിലോട്ട് വെച്ചു. ഇനി ഇത് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു അല്പം തണലിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. തണലിലേക്ക് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ട് വരുള്ളൂ. ഇപ്പോൾ നല്ല ചൂടാണ്, വെയിലായതുകൊണ്ട് ചെടികളൊക്കെ വാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മുരടിപ്പ് മാറാനായിട്ട് ചെയ്യുക. നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് അതിൻ്റെ അടിയിൽ ചെറിയൊരു കവർ കാണുവേ, അത് പൊട്ടിച്ച് മാറ്റിയിട്ടേ നടാവും കേട്ടോ. വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്ക് കുപ്പിയിൽ നിന്ന് നേരിട്ട് ചെറിയ പാത്രത്തിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് അത് വലിപ്പം കൂടുന്നതനുസരിച്ച് മാറ്റി വയ്ക്കാം. മണ്ണിൽ വെച്ചാലും ഉണ്ടാകും, പക്ഷേ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വേഗം ഇത് നശിച്ച് പോകുന്നത് കാണാം. ചട്ടിയിലാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമല്ലോ. കണ്ടോ, വെയിലായപ്പോൾ എല്ലാം വാടാൻ തുടങ്ങി. എൻ്റെ ഒരു ചെറിയൊരു ആമ്പൽക്കുളമാണ്. 3 സൈസ് വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. 3 കളർ കാണാൻ പറ്റും. എല്ലാത്തിലൊന്നും പോവില്ല. ഇവിടെ ഒരു കൊക്കമ്മാവും വന്ന് പണി തന്നു. അതിനകത്ത് ഗപ്പിമീൻ ഉണ്ടായിരുന്നേ, അതിനെയൊക്കെ പിടിച്ച് തിന്നു. ഞാൻ എന്നിട്ടിപ്പം വലയിട്ട് വെച്ചു. വലയിട്ട് പൊക്കി വലയിട്ടു. അത് മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് കാണിച്ചത്.
പിന്നെ സ്ത്രീകൾ വീടിൻ്റെ വിളക്കാണ് എന്നൊക്കെ പറയുമല്ലോ. നിങ്ങൾ വീടിൻ്റെ വിളക്കുകളാകുക. നമ്മൾ തന്നെയാണ് വീടിൻ്റെ ചുവരുകൾ. വീടിനെ താങ്ങി നിർത്തുന്ന ഊഷ്മളമായ സ്നേഹത്താൽ സ്നേഹമാകുന്ന കയറുകൊണ്ട് വീട്ടിലെ അംഗങ്ങളെയെല്ലാം പരസ്പരം കെട്ടി മുറുക്കി വയ്ക്കാനായിട്ട് ഓരോ സ്ത്രീയും ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൂടെ പറയുക, പങ്കാളിയോട് സ്നേഹം കാണിക്കുക. അവർ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരിഭവം പറയാതെ സ്നേഹത്തോടെ ഇത്രയൊക്കെ ചേട്ടൻ വാങ്ങി തന്നില്ലേ, ഇതും കൂടി എനിക്കുണ്ടായിരുന്നേ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു നോക്കുക. അപ്പം നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ സ്ത്രീകളെയാണേലും പുരുഷന്മാരെ സംരക്ഷിക്കുക, വളരെയധികം ചേർത്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ അവൾ വീട്ടിലാണെങ്കിലും ചെയ്യും. നിങ്ങൾക്ക് നല്ല അഭിമാനമുള്ള ഭാര്യയായിട്ട് അവൾ വീട്ടിലെന്ന് നല്ല സന്തോഷത്തോടെ കഴിയാൻ അവളെ നിങ്ങൾ സഹായിക്കുക, ചേർത്ത് പിടിക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് അമ്മയെ നോക്കി എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എൻ്റെ കാര്യമൊക്കെ അല്ലേ. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ നോക്കി തിരിച്ച് വരുന്നത് സമയമാണ്. അപ്പം സായം സന്ധ്യയായി, ഇനി വേഗം തന്നെ വീട്ടിലെത്തണം. ഞങ്ങളുടെ പാറ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ ഇരുന്ന് കാപ്പിക്കുരു ഉണങ്ങുമായിരുന്നു. കപ്പ വാട്ടിയൊക്കെ ഇടുന്ന പാറയാണ്. അന്ന് ഏലം ഒന്നുമില്ല ഇവിടെ. അപ്പം ഞാൻ ഈ പാറയിൽ കൂടെ വരുമ്പോൾ ഇതിൻ്റെ 2 സൈഡിലൊന്ന് തുമ്പച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നുപോയി. ജലസംഭരണിയാണിത്. ഈ നാട്ടിൽ വെള്ളത്തിനൊക്കെ ഭയങ്കര കഷ്ടമാണ്. അന്നേരം ഇതിനെ ആശ്രയിച്ചാണ്. സർക്കാരിൻ്റെ ഏതായാലും ഈ പദ്ധതി വളരെയധികം പ്രയോജനമാണ് ഓരോ വീട്ടിലും. ഒത്തിരി വിലയൊന്നും ആകുന്നില്ല. ഓരോ മാസത്തേക്കുള്ള ബില്ല് പേ ചെയ്താൽ മതി അവനവൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ച്. അപ്പോൾ ഈ സൈഡിലൂടെ പോകുമ്പോൾ എനിക്കിപ്പം കാണാൻ പറ്റുന്നത് 2 സൈഡ് നിറച്ച് ഏലം. അപ്പം ഞാൻ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. ഈ ഏലത്തിന് ഇപ്പം നല്ല വിലയായതുകൊണ്ടേ മനുഷ്യന്മാരെല്ലാം നല്ല കവറൊക്കെ ചെയ്ത് അതിനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തിരക്കിനുണ്ടല്ലോ ആളിത് കണ്ടപ്പോൾ ഞാൻ ഓർക്കുക, മനുഷ്യൻ സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓരോ കഷ്ടപ്പാടുണ്ടല്ലേ. പാറയിലൊന്നും ഇവിടെയൊന്നും കൃഷി ചെയ്യുന്ന ആരും ഓർത്തല്ലോ ഒരു കാലത്ത്. അവിടെ എല്ലാം ഇപ്പം വെള്ളം നനയ്ക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം. കണ്ടോ, സൂര്യൻ ചായുന്നത് കണ്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ജോലികളെല്ലാം എനിക്ക് അമ്മയെ നോക്കി, അമ്മയുടെ മുടിയൊക്കെ ചീകി ഒത്തിരി ജട കെട്ടിപ്പോയിരുന്നു. അത് മുറിച്ച് കളയാൻ അമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. കൂടുതൽ മുടിയുണ്ടായിരുന്നു അമ്മയ്ക്ക്. അമ്മയുടെ ആഗ്രഹം അങ്ങനെയായിട്ട് 3 മണിക്കൂർ മെനക്കെട്ടാണ് അമ്മയുടെ തലയിലെ ജടയെല്ലാം എടുത്ത് ജടയെല്ലാം കളഞ്ഞ് സുന്ദരിയാക്കി മുടി കെട്ടി വെച്ചു. അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സന്ധ്യയോടെ എടുക്കുന്നു. എനിക്കെൻ്റെ വീട്ടിൽ ചെല്ലണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. തിങ്കളാഴ്ച നാളെ, അതായത് കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ്. അവരുടെ കാര്യം നോക്കണം. നിങ്ങളും എൻ്റെ ഒപ്പം പോരുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക. പാറ ഇറങ്ങി ചെല്ലുമ്പോൾ എന്നെ കാത്ത് എൻ്റെ വണ്ടിയുണ്ട്. പക്ഷേങ്കിൽ അന്ന് ഡ്രൈവിങ് കുട്ടിക്കാലത്ത് പഠിക്കാത്തതിൻ്റെ നഷ്ടം ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് ഡ്രൈവിങ് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്ര എളുപ്പമായിരുന്നു. ഒരു സ്കൂട്ടിയിൽ കയറി വന്ന് പോകാമായിരുന്നല്ലേ. ഇനിയും കാലം കഴിഞ്ഞു പോയോ എൻ്റെ കൂട്ടുകാരെ. ഡ്രൈവർമാരോട് എപ്പോഴും നമുക്ക് വളരെ കടപ്പാടാണ്. എന്താണ്, അവർ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നു. എത്ര പേരുടെ ജീവനാണ് അവർ ഒരേ സമയം സംരക്ഷിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാവോ ഡ്രൈവിങ്? എനിക്ക് പഠിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമോ ഈ കൂടെ?